തലസ്ഥാന നഗരിയിലെ CPM പാർട്ടിക്ക് വിനോദിനെയും വിഷ്ണുവിനെയും നന്നായി അറിയാം. 2008 ഏപ്രിൽ 8 തിരുവനന്തപുരം പാസ്പോർട്ട് ഓഫീസിന് മുന്നിൽ വെച്ച് വിഷ്ണുവിനെ RSS പ്രവർത്തകർ അതിദാരുണമായി കൊലപ്പെടുത്തുകയാണ് ചെയ്തത്. വിഷ്ണു എന്ന് പറയുന്ന ആളിനെ അറിയാവുന്ന ആരും അത് ഉൾക്കൊള്ളത്തില്ല. അവന്റെ പേരിൽ അങ്ങനെ ഫണ്ടിന്റെ ആവശ്യമില്ല. അല്ലെങ്കിൽ LDF-ൽ നിന്ന് മാറിയിട്ട് UDF-ലേക്ക് ചേരുകയാണ് ചെയ്തത്. അതിനെ താങ്കൾ എങ്ങനെയാണ് പ്രേരിപ്പിച്ചത് അങ്ങനെ ഒരു മാറ്റത്തിന്? നമ്മുടെ മന്ത്രിയും CIT-യുടെ ചാർജുള്ള ശിവൻകുട്ടി കോമ്രേഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ആർക്കും ഉൾക്കൊള്ളാൻ പറ്റാത്ത രക്തസാക്ഷി ഫണ്ടിന്റെ തിരിമറി അതിന് മറക്കാൻ പറ്റില്ല. യെസ് ഓർ നോ, പാർട്ടിമെങ്കിൽ ഇല്ല, ഇല്ലെങ്കിൽ ഇല്ല എന്നുള്ളത് മുഖത്ത് നോക്കി പറയും. എന്താ ചിരിക്കാൻ പറയുന്നത്? ചിരിക്കുന്ന ഒരാളിനെ നിങ്ങളൊന്ന് കാണിച്ചു തരാമോ ഈ പാർട്ടിയിൽ ഇന്ന്? ഇതിനകത്ത് പൊതുപ്രവർത്തകരായിട്ട് വരുന്നവരല്ലേ എല്ലാവരും. നമസ്കാരം. തലസ്ഥാന നഗരിയിലെ CPM പാർട്ടിക്ക് വിനോദിനെയും വിഷ്ണുവിനെയും നന്നായി അറിയാം. 2008 ഏപ്രിൽ 8 തിരുവനന്തപുരം പാസ്പോർട്ട് ഓഫീസിന് മുന്നിൽ വെച്ച് വിഷ്ണുവിനെ RSS പ്രവർത്തകർ അതിദാരുണമായി കൊലപ്പെടുത്തുകയാണ് ചെയ്തത്. അദ്ദേഹത്തിന്റെ സഹോദരനായ വിനോദ് നമ്മളോടൊപ്പം ഉണ്ട്. വിനോദേട്ടനോട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം. വിനോദേട്ട, മനസ്സുകൊണ്ടും പ്രവർത്തനം കൊണ്ടും താങ്കൾ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. പെട്ടെന്ന് താങ്കൾ കമ്മ്യൂണിസത്തിൽ നിന്നും അല്ലെങ്കിൽ LDF-ൽ നിന്ന് മാറിയിട്ട് UDF-ലേക്ക് ചേരുകയാണ് ചെയ്തത്. അതിനെ താങ്കൾ എങ്ങനെയാണ് പ്രേരിപ്പിച്ചത് അങ്ങനെ ഒരു മാറ്റത്തിന്? അല്ല, കുറേയേറെ കാലം കൊണ്ട് അനുഭവിക്കുന്ന മാനസിക വ്യതയാണ് ഇതിൻ്റെ ഇപ്പോൾ പൊട്ടിത്തെറിച്ചത്. ഇപ്പോൾ ഞാൻ എന്ന് പറയുന്നത് മാത്രമല്ല, ഇപ്പോൾ എന്നെപ്പോലെ ചിന്തിക്കുന്ന ആയിരക്കണക്കിന് ആൾക്കാർ ഇങ്ങനെ ഈ പാർട്ടി വിടാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ട് മാനസികമായി തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളൊക്കെ അതിൻ്റെ ഏറ്റവും അവസാനം വന്ന് നിന്നത് ഏറ്റവും നമുക്ക് ഒരിക്കലും എനിക്കോ അല്ലെങ്കിൽ ഈ പാർട്ടിയിൽ വിശ്വസിക്കുന്ന നല്ല കോമ്രേഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ആർക്കും ഉൾക്കൊള്ളാൻ പറ്റാത്ത രക്തസാക്ഷി ഫണ്ടിൻ്റെ തിരിമറി അതിൽ ആർക്കും ന്യായീകരിക്കാൻ പറ്റില്ല. മേ ബി അതുകൊണ്ടായിരിക്കാം എന്നെ ഇതുവരെ ആരും ഇതിൻ്റെ ന്യായീകരണത്തിന് വേണ്ടി വിളിച്ചിട്ടുമില്ല. അപ്പോൾ ഇതെനിക്കൊരു ആവേശം പകർന്നത് കുഞ്ഞികൃഷ്ണൻ സഖാവിൻ്റെ അവിടുത്തെ വെളിപ്പെടുത്തലാണ്. അത് കഴിഞ്ഞിട്ട് പിന്നീട് എന്തായാലും ഇപ്പോഴതിനുള്ള സമയമായി എന്ന് തോന്നിയിട്ടാണ് പറഞ്ഞത്. എനിക്ക് വളരെ വലിയൊരു അത്ഭുതം തോന്നുന്നത്, വളരെ നല്ല പാർട്ടി പ്രവർത്തകർ എന്നെ വിളിച്ച് ഒപ്പമുണ്ട് എന്ന് പറഞ്ഞത് എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. അമ്മാതിരി മെസ്സേജസാണ് എനിക്ക് വരുന്നത്, നേരിട്ട് അല്ലാതെ ഫോണിൽ കൂടെ വിളിച്ച് പറയണത്. എന്താവശ്യത്തിനും വിളിക്കണമെന്ന് പറഞ്ഞ് വിളിക്കുന്ന ആൾക്കാർ ചെറുതല്ല. അപ്പോൾ ഇവിടെ നമ്മൾ പ്രത്യക്ഷത്തിൽ കണ്ടതാണ് കുഞ്ഞികൃഷ്ണൻ ബുക്കിൻ്റെ പ്രകാശനം. ആ സമയത്ത് അവിടെ കൂടിയ ആൾക്കാർക്ക് ആ പാർട്ടിയുടെ ഏറ്റവും വലിയ ഈറ്റിലമായ സ്ഥലത്ത് അത്രയും പേര് കൂടിയിട്ടുണ്ടെങ്കിൽ ഈ പാർട്ടിയിലെ നടപടികൾ നിലപാടിനോട് എന്തോരം വ്യത്യസ്തമായ അഭിപ്രായമുണ്ട്, എത്രത്തോളം വിഷമിക്കുന്നുണ്ടെന്നുള്ളതിൻ്റെ തെളിവാണ് അവിടെ കണ്ടത്. അതുപോലെ വരുന്ന കാലങ്ങളിൽ വലിയ താമസമില്ലാതെ നമ്മൾ വലിയൊരു വിശദീകരണം യോഗം വയ്ക്കുന്നുണ്ട്. അതിനു മുമ്പായിട്ട് തന്നെ നല്ലൊരു അടിയൊഴുക്ക് ഇതിനകത്തുണ്ടാവും. ഈ പാർട്ടിയുടെ ഈ നിലപാടുകൾ കണ്ടിട്ടാണ് നമ്മൾ ബാലസിംഗത്തിനകത്ത് പ്രവർത്തിക്കുന്നത്. നിലപാടുകൾ മാറാനുള്ളതാണെന്നും നിലപാട് മാറിയെന്നും നേതാക്കന്മാർ പറയുമ്പോഴത്തേക്കും അങ്ങനെ മാറുന്ന നിലപാടുള്ളൊരു പാർട്ടിയിലേക്ക് ഒരിക്കലും നിൽക്കാൻ വേണ്ടി പറ്റില്ല. ഞങ്ങളിതിനകത്ത് വന്നത് നിലപാടുകൾ കണ്ടിട്ട് തന്നെയാണ്. ആ നിലപാടുകളിൽ നിന്ന് മാറുകയാണെങ്കിൽ ഒരിക്കലും ഈ പാർട്ടിയിൽ കമ്മ്യൂണിസം ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് പറ്റത്തില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ തീരുമാനം. സഖാവ് വിഷ്ണുവിന്റെ പേരിൽ പാർട്ടി ഫണ്ട് ശേഖരിച്ചത് അത് വീട്ടിൽ അല്ലെങ്കിൽ കുടുംബാംഗങ്ങൾക്കും വിനോദേട്ടനും അറിഞ്ഞുകൊണ്ട് തന്നെയായിരുന്നു അങ്ങനെ പാർട്ടി ഫണ്ട് ശേഖരണവുമായിട്ട് ബന്ധപ്പെട്ട് എന്നോട് പറഞ്ഞപ്പോൾ ഞാനോ അല്ലെങ്കിൽ എൻ്റെ വീട്ടുകാർക്ക് ആർക്കും അതിനോട് താല്പര്യമില്ലായിരുന്നു. കാരണം വിഷ്ണു എന്ന് പറയുന്ന ആളിനെ അറിയാവുന്ന ആരും അത് ഉൾക്കൊള്ളത്തില്ല. അവൻ്റെ പേരിൽ അങ്ങനെ ഒരു ഫണ്ടിൻ്റെ ആവശ്യമില്ല, ഫണ്ട് ശേഖരിക്കേണ്ട ആവശ്യമില്ല എന്ന നിലപാടായിരുന്നു വീട്ടുകാരെടുത്തത്, ഞാനടക്കം. പക്ഷേ നേതാക്കളെല്ലാവരും അത് പറഞ്ഞൊരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആണ്, ഇത് ആ രീതി തന്നെ വരണമെന്ന് ഫോഴ്സ്ഫുള്ളി പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞങ്ങളത് അംഗീകരിച്ചത്. അത് ഒട്ടും താല്പര്യമില്ലാതെയാണ് ഞങ്ങളത് അംഗീകരിച്ചത്. ഓക്കെ, ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. ഓക്കെ, വിഷ്ണുവിൻ്റെ പേരിൽ സ്വീകരിച്ച തുക ഒരു ഫണ്ട് തട്ടിപ്പ് നടത്തി അദ്ദേഹത്തെ തന്നെ CPM ഉയർത്തിപ്പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പം അത് വിഷ്ണു എന്ന സഖാവിനോട് ചെയ്യുന്ന നീതികേടല്ലേ? അതാണല്ലോ ഇപ്പം വലിയ ചർച്ചയായിട്ടുള്ളത്. കാരണം വേറെ എന്ത് കാണിച്ചാലും എന്ത് മോശം പ്രവൃത്തി ചെയ്താലും നമുക്കൊക്കെ ചിലപ്പം പൊറുക്കാനും മറക്കാനും കഴിയും. അപ്പം അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തക നിലയിൽ അങ്ങനെ തന്നെയായിരുന്നു ഇന്നലെ വരെ. അപ്പം മറക്കാനും പൊറുക്കാനും പറ്റും. പക്ഷേ ഒരു രക്തസാക്ഷി എന്ന് പറയുന്നത് പാർട്ടിയുടെ എല്ലാത്തിൻ്റെയും മേളിലാണ്. അപ്പോൾ ആ രക്തസാക്ഷി ഫണ്ട് മുക്കിയ ഒരാളെ തരം താഴ്ത്തി പാർട്ടി മെമ്പർഷിപ്പിൽ കൊണ്ടുപോയി ഓക്കെ, അത് നമുക്ക് ഞങ്ങളാരും വീട്ടുകാരോ വേണ്ടപ്പെട്ട സുഹൃത്തുക്കളോ തൃപ്തരല്ല എങ്കിൽ പോലും അത് നമ്മൾ സമ്മതിച്ചു. പക്ഷെ അയാളെ
CITUവിൻ്റെ ജില്ലാ സെക്രട്ടറി ആക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മന്ത്രിയും CITUവിൻ്റെ ചാർജുള്ള ശിവൻകുട്ടി മുതിരുമ്പോൾ അതെന്തുകൊണ്ടാണെന്ന് എനിക്കോ അതല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകർക്കാർക്കും മനസ്സിലാവുന്നില്ല. കാരണം പൊളിറ്റിക്കലി ഞാൻ SFI രംഗത്ത് വരുന്നത് തൊട്ട് 83, 84 കാലഘട്ടം തൊട്ട് ഇതുവരെ എൻ്റെ നേതാവായിരുന്ന ഒരാളാണ്. അതോടൊപ്പം 14 വർഷം അദ്ദേഹത്തിൻ്റെ ട്രെയിനറായിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളാണ്. അപ്പോൾ അത്രയും നല്ല അടുപ്പം ഉണ്ടായിരുന്നിട്ടും ഞങ്ങൾക്കോ അല്ലെങ്കിൽ ആ ഒരു ബന്ധം പോട്ടെ, ഒരു രക്തസാക്ഷി ഫണ്ട് മുക്കിയ ഒരാളിനെ സഹായിക്കേണ്ട കാര്യം എന്താണ്, ഏത് ചേതോവികാരമാണെന്ന് എത്ര മനസ്സിലാക്കിയിട്ടും മനസ്സിലാവുന്നില്ല. അദ്ദേഹമാണ് ഈ ആളെ, ഈ കുഴപ്പക്കാരനായ ആളിനെ, രവീന്ദ്രൻ എന്ന് പറഞ്ഞ ആളിനെ CITUവിൻ്റെ ജില്ലാ സെക്രട്ടറി ആക്കിയത്. ഓക്കെ, ഇപ്പൊ പെട്ടെന്ന് UDF-ലേക്കുള്ള ഒരു മാറ്റം സഖാവ് വിഷ്ണുവിന്റെ ആശയങ്ങളോട് ചെയ്യുന്ന ദ്രോഹമാണെന്ന് പല രീതിയിൽ ആൾക്കാർ വിമർശിക്കുന്നുണ്ട്. അപ്പൊ അവരോടൊക്കെ എന്ത് മറുപടിയാണ് പറയാനുള്ളത്? ഒന്ന് സെർച്ച് ചെയ്താൽ മനസ്സിലാവും. അതിനകത്ത് വരുന്ന നെഗറ്റീവ് കമൻസ് എത്രയാണ്, പോസിറ്റീവ് സപ്പോർട്ടും പോസിറ്റീവ് കമൻസും എത്രയാണെന്ന് നോക്കിയാൽ മതി. 15 to 20% വരുന്നുള്ളത്. കാരണം ആര് മനസ്സ് തുറന്നാലും അവരുടെ മനസ്സിലൊരു നീറ്റലുണ്ടാവും. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ എതിർപ്പുണ്ടാവുന്ന ആൾക്കാർ കുറവാണ്. ഇനി എതിർക്കുന്ന ആൾക്കാർ പക്കാ പറയുകയാണെങ്കിൽ ക്യാപ്സൂൾ പരുവത്തിൽ പാർട്ടി കൊടുക്കുന്ന സാധനങ്ങൾ തിരിച്ച് റീപോസ്റ്റ് ചെയ്യുമോ അല്ലെങ്കിൽ അങ്ങനെ നിൽക്കുന്നവരുമാണ്. അടുപ്പമുള്ള ആൾക്കാരടക്കം അങ്ങനെ പറയുന്നുണ്ട്, ജസ്റ്റ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പക്ഷേ വളരെ കുറച്ച്, ഞാൻ പറഞ്ഞൊരു 15 to 20% വരത്തുള്ളൂ. അവരെല്ലാം ഇതിനകത്ത് നിന്നാലേ പറ്റത്തുള്ളൂ. പെട്ടുപോയി നിൽക്കുന്ന പ്രവർത്തകരുണ്ട് ഒരുപാട് പേര്, അങ്ങനെയുള്ളവരായിരിക്കാം. അതല്ലെങ്കിൽ ഈ അച്ചടക്കം എന്ന് നേരത്തെ പറഞ്ഞല്ലോ, അതിൻ്റെ അച്ചടക്കത്തിൻ്റെ വരമ്പിന് അകത്ത് നിൽക്കുന്നവരായിരിക്കാം. പക്ഷെ അവർ പോലും മനസ്സ് തുറന്ന് സംസാരിക്കുകയാണെങ്കിൽ ഒരിക്കലും അങ്ങനെ പറയില്ല. അതുകൊണ്ടാണ് എന്നെ നേരിട്ട് ആരും വിളിച്ച് പറയാത്തത്, എൻ്റെ അടുത്ത സുഹൃത്തുക്കളും പോലും വിളിക്കാത്തത് അതുകൊണ്ടാണ്. കാരണം എന്നോട് അതിന് ന്യായീകരണം പറയാൻ വേണ്ടി അവർക്കില്ല, അവരുടെ കയ്യിലൊന്നുമില്ല. ആ തരത്തിൽ ഞങ്ങളെ കുടുംബവും ബാക്കിയെല്ലാം ഈ പാർട്ടിയായിട്ട് ബന്ധപ്പെടുന്നതാണ്. പിന്നെ ഇപ്പോൾ കോൺഗ്രസ്സിലേക്ക് വരാൻ കാരണം, ഞാൻ നേരത്തെ ഇന്നലെയൊക്കെ ഞാൻ വന്നപ്പോൾ പറഞ്ഞത് ആണ്, ലെഫ്റ്റിസ്റ്റ് ആശയങ്ങൾ, ഇടതുപക്ഷ ആശയങ്ങൾ അതേ കണക്ക് പുലർത്തുന്നൊരു പാർട്ടി എന്നുള്ളത് കോൺഗ്രസ്സാണ്. എല്ലാ വിഭാഗം മനുഷ്യരെയും സമുദായങ്ങളെയും എല്ലാം ഒരുപോലെ കൊണ്ടുപോകുന്ന ആ ഒരു പാർട്ടി എന്നുള്ളത് കോൺഗ്രസ്സാണ്. അതേസമയം CPM-ൻ്റെ കാര്യമോ, ചില സമുദായങ്ങളെ മുൻഗണന കൊടുക്കുകയും ചില സമുദായങ്ങളെ താഴ്ത്തുകയും ചില ആൾക്കാർക്ക് പ്രാധാന്യം കൊടുക്കുകയും. ഞാൻ ചോദിക്കട്ടെ, നല്ല പൈസക്കാരല്ലാതെ ആർക്കെങ്കിലും ഇതിൻ്റെ സംസ്ഥാന നേതാക്കളുമായിട്ട് ഒന്ന് നേരിട്ട് സംസാരിക്കാനോ അവർ പറയുന്നത് കേൾക്കാനോ ഉള്ള മനസ്സാർക്കെങ്കിലും ഉണ്ടോ? അങ്ങനെ ഉണ്ടായിരുന്ന ഒരാളുണ്ടായിരുന്നു, കോടിയേരി. ഞാൻ കോടിയേരിയുടെ ഒപ്പം 10 വർഷം അദ്ദേഹത്തിൻ്റെ ട്രെയിനറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അടുത്തു നിന്ന് കണ്ട കാര്യങ്ങൾ ഒരുപാടുണ്ട്, നിരവധിയുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ ഈ ഒരു കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നത് കോടിയേരി സഖാവിനെ മാത്രമേ ഉള്ളൂ. അദ്ദേഹം കേട്ടിട്ട് നല്ല വ്യക്തമായ തീരുമാനം അപ്പോൾ തന്നെ പറയുകയും ചെയ്യും. യെസ് ഓർ നോ, പറ്റുമെങ്കിൽ ഇല്ല, ഇല്ലെങ്കിൽ ഇല്ല എന്നുള്ളത് മഹത്വം നോക്കി പറയും. അത് പറയുന്നത് വളരെ നമുക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിലാണ്. ഒരിക്കലും റാഷായിട്ട് അദ്ദേഹത്തിൽ നിന്ന് ഒരു പ്രാവശ്യം പോലും ഒന്നും കണ്ടിട്ടില്ല. അതാണ് നേതാവ്, അങ്ങനെ ആവണം നേതാവ്. അങ്ങനെ ഒരാളെ നിങ്ങളൊന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് കാണിച്ചു തരാൻ പറ്റുമോ? അപ്പോൾ ആ ധാർഷ്ട്യം, ഇതിനകത്ത് പൊതുപ്രവർത്തകരായിട്ട് വരുന്നവരല്ലേ എല്ലാവരും പൊതുപ്രവർത്തകരായിട്ട് വളരെ താഴേക്കിടയിൽ നിന്ന് വരുന്നവരാണ്. ഒരു ചെറിയ ഉത്തരവാദിത്വം കിട്ടിക്കഴിഞ്ഞാൽ എന്താ ചിരിക്കാൻ മറക്കുന്നത്? ചിരിക്കുന്ന ഒരാളിനെ നിങ്ങളൊന്ന് കാണിച്ചു തരാമോ ഈ പാർട്ടിയിൽ ഇന്ന്? അപ്പോൾ അത്തരത്തിൽ ഇത് ഒരു ചെറിയ കൊച്ചു കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതേ കണക്ക് 1000 ഇൻസിഡൻസ് എനിക്ക് പറയാൻ പറ്റും. എനിക്കല്ല, ഒരുപാട് പേർക്ക് പറയാൻ പറ്റും. അതുകൊണ്ട് എന്തെങ്കിലും വിശദീകരണം കൊടുക്കുകയാണെങ്കിൽ അതിന് ചുട്ട മറുപടി കൊടുക്കാൻ വേണ്ടി എന്നെ പോലുള്ള ആയിരക്കണക്കിന് ആൾക്കാരുണ്ട്.